ഭാസ്കരക്കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മുൻഗണന ലംഘിച്ച് 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളിയാണ് മോചനത്തിനുള്ള നീക്കം. മോചനത്തിനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയത് 3 മാസം കൊണ്ട്. വിവിധ ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അവഗണിച്ചു. ഇതേ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 2ാം പ്രതി ബാസിത് അലിയെയും മോചനത്തിന് പരിഗണിച്ചില്ല. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, എന്ത് അസ്വാഭാവികതയാണ് ഇപ്പോൾ ഈ കേസിൽ മണക്കുന്നത്? എന്തിനാണ് ഈ തിടുക്കം? എന്തുകൊണ്ടാണ് ഈ ഫയലുകളെല്ലാം വേഗത്തിലാക്കി ഷെറിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടായത്? എന്തൊക്കെ സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്? സൈഫുദ്ദീൻ, ഇന്നലെയാണ് മന്ത്രിസഭാ യോഗം ഈ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം എടുത്തത്. ഇനി ഗവർണർ ഈ തീരുമാനത്തിൽ മേൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഷെറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ വലിയ തിടുക്കമാണ് സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ മുൻഗണനാ ക്രമങ്ങൾ പൂർണ്ണമായി അട്ടിമറിച്ചു എന്നുള്ളതാണ്. കാരണം രോഗികളായ ആളുകൾ പോലും ഈ ജീവപര്യന്തം 14 വർഷം തടവ് കഴിഞ്ഞ് ഈ മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന ആളുകൾ ഉണ്ട്. അത്തരം ആളുകൾക്ക് പോലും പരിഗണിക്കാതെയാണ് ഷെറിന് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. ഇതിൽ മന്ത്രിസഭാ യോഗം മാത്രമല്ല, ഇതിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും ഈ കാര്യങ്ങൾ ഉണ്ട്. കാരണം നമുക്കറിയാം, 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശിയായ ഭാസ്കരക്കാരണവർ എന്ന വ്യക്തിയെ ഷെറിനും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകം 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഷെറിന് സ്വത്ത് നൽകിയില്ല എന്നുള്ളതാണ്. ഈ ഭാഗപത്രം വെക്കുമ്പോൾ ഷെറിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഷെറിൻ മറ്റ് പുരുഷന്മാരുമായി ബന്ധം ഉണ്ടായിരുന്നു. ഇത് ഭർത്താവിന്റെ പിതാവായ ഈ കാരണവർ ചോദ്യം ചെയ്തു. ഈ 2 കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണം. ആദ്യം നെയ്യാറ്റിൻകര ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഷെറിൻ. അവിടെ വെച്ച് ഫോൺ ഉപയോഗിക്കുന്നത് പിടികൂടിയതിനു ശേഷം വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. ഈ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് പിന്നീട് തിരുവനന്തപുരത്തെ വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ ഉദ്യോഗസ്ഥരോട് പ്രശ്നമുണ്ടാക്കുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് പിന്നീട് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്, കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റുന്നത്. ഇത്രയും ഈ ജയിലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിയെ സാധാരണ ജയിൽ ഉപദേശക സമിതി ഇത്തരം വളരെ പെട്ടെന്ന് വിടണമെന്നൊരു ശുപാർശ ചെയ്യാറില്ല. എന്നാൽ ജയിൽ ഉപദേശക സമിതിയാണ് ആദ്യം ഇത്തരം ശിക്ഷാ ഇളവ് നൽകണം എന്ന ഒരു ശുപാർശ നൽകുന്നത്. സാധാരണ ഈ നല്ല നടപ്പ് നടക്കുന്ന ആളുകളെയാണ് ഈ ശിക്ഷാ ഇളവ് നൽകണമെന്ന് ഈ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്യാറുള്ളത്. പിന്നീട് ഇത് നേരെ നിയമവകുപ്പിലേക്കാണ് വരുന്നത്. നിയമവകുപ്പും ഷെറിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പിലേക്ക് വരുന്നു. ആഭ്യന്തര വകുപ്പും ഈ ഷെറിന് ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഈ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ ഷെറിന്റെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച ഫയൽ വരുന്നത്. അതിൽ മന്ത്രിസഭാ യോഗം അതിനനുകൂലമായ ഒരു നിലപാട് എടുക്കുകയും ചെയ്തു. ഇത് വളരെ പെട്ടെന്നാണ്, 3 മാസം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. സാധാരണ ഈ ശിക്ഷാ ഇളവ് നൽകുന്നതിൽ വലിയ കാലതാമസം എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് 20 വർഷം വരെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ട്. അത്തരം ആളുകളെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ഈ കേസിലെ, അതായത് ഈ കാരണവർ വധക്കേസിലെ 2ാം പ്രതിയുടെ അപേക്ഷയും തള്ളിയിട്ടുണ്ട്. തള്ളുക എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അതെല്ലാം മറിച്ചാണ് ഈ ഷെറിന്റെ കാര്യത്തിൽ, അതും ഇത്രമാത്രം ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾക്കാണ് വളരെ പെട്ടെന്ന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഷെറിന്റെ ഈ ജയിൽവാസ കാലത്ത് ഈ 14 വർഷത്തിനിടെ 500 ദിവസമാണ് അവർക്ക് പരോൾ ലഭിച്ചത്. അതും ഈ അസാധാരണമായ ഒരു നടപടിയാണെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും വല്ല പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.